അപ്പോൾ ഞാൻ ഇന്ന് കുർത്തിയാണ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് അതിൻ്റെ യോക്ക് പാർട്ടിന് ലൈനിങ് തുണി നമ്മൾ ഇതുപോലെ മടക്കി ഇട്ടിട്ടുണ്ട്. അതായത് 4 പീസായിട്ടാണ് മടക്കി ഇട്ടിരിക്കുന്നത്. കണ്ടോ, മടക്കി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് അളവുകൾ എഴുതാം. ഷോൾഡറിന്റെ അളവ് 8 ഇഞ്ച് മാർക്ക് ചെയ്യുവാണ്. ഇവിടെ നിന്നുകൊണ്ട് താഴേക്ക് ആം ഹോള് 7 ഇഞ്ച് മാർക്ക് ചെയ്തു. എന്നിട്ട് നമുക്കിങ്ങനെ വരച്ചെടുക്കാം. ഇത് സ്റ്റിച്ച് ചെയ്യുന്നത് XXL സൈസ് ആണ്. അപ്പൊ XXL എന്ന് പറയുമ്പോൾ 44 to 46 വരെ അളവുകൾ വരുന്നുണ്ട്. അപ്പൊ ഇവിടെ ചെയ്യുന്നത് 46 സൈസ് ആണ്. അപ്പൊ 46ന്റെ 4/1 എന്ന് പറയുന്നത് 46 നമുക്ക് എടുക്കാം. 46ന്റെ 4/1 നമുക്ക് മാർക്ക് ചെയ്യാം. 46ന്റെ 4/1 11. 46ന്റെ 4/1 11. 11 നമുക്കിവിടെ മാർക്ക് ചെയ്യാം. മാർക്ക് ചെയ്തു. 11 നമ്മൾ മാർക്ക് ചെയ്തു. 2 ഇഞ്ച് സീം അലവൻസ് മാർക്ക് ചെയ്യാം. എന്നിട്ട് നമുക്കിതൊരു ബോക്സ് ആയിട്ട് വരച്ചെടുക്കാം. വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ നിന്ന് ആം ഹോള് 1 സെന്റിമീറ്റർ മാറ്റി ഒന്ന് മാർക്ക് ചെയ്ത് കർവ് വരച്ചെടുക്കാം. ഇനി നെക്കിന്റെ വിഡ്ത്ത് നമുക്ക് മാർക്ക് ചെയ്യാം. നമ്മളിവിടെ 8 ആണ് എടുത്തിരിക്കുന്നത്. 3.5 നമുക്ക് മാർക്ക് ചെയ്യാം. നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്തു. ബാക്ക് നെക്ക് ഒരു 4 ഇഞ്ച് മാർക്ക് ചെയ്തു. ഫ്രണ്ട് നെക്ക് 5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. ബാക്ക് നെക്ക് 4 ഇഞ്ചും ഫ്രണ്ട് നെക്ക് 5 ഇഞ്ചും മാർക്ക് ചെയ്തു. നമുക്കത് എന്നിട്ട് ഒരു ബോക്സ് ആയിട്ട് വരച്ചെടുക്കാം. ബാക്ക് നെക്ക് നമുക്കൊരു റൗണ്ട് കൊടുക്കാം. ഫ്രണ്ട് നെക്ക് ഞാൻ അതുപോലെ റൗണ്ടാണ് കൊടുക്കുന്നത്. ബാക്ക് നെക്ക് ഫ്രണ്ട് നെക്ക് മാർക്ക് ചെയ്തു. ബോഡി ഷേപ്പ് മാർക്ക് ചെയ്യാം. 14 ഇഞ്ചാണ് ബോഡി ഷേപ്പ്. 14 ഇഞ്ചിന്റെ ഇവിടെ നമുക്കൊരു 10.5 മാർക്ക് ചെയ്യാം. ഇവിടെ നിന്ന് 2 ഇഞ്ച് സീം അലവൻസ് ഇടാം. ഇത് നമുക്കിതിങ്ങനെ വരച്ചെടുക്കാം. ഇവിടെ ഈ ഭാഗം നമുക്ക് 1 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്യാം. എന്നിട്ടൊന്ന് കർവായിട്ട് വരച്ചെടുക്കാം. അപ്പൊ നമ്മള് ബോഡി പാർട്ടുകൾ വരച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് കട്ട് ചെയ്തെടുക്കാം. നമുക്കിവിടെ ഒരു 1/2 ഇഞ്ച് നമുക്ക് സ്ലോപ്പ് ചെയ്യാനുണ്ട്. ഷോൾഡറിന്റെ ഇവിടെ നിന്ന് താഴേക്ക് നോക്കുന്നു. ചെറുതായിട്ടൊന്ന് ഷേപ്പ് ചെയ്യാം. ഇനി നമുക്ക് ഈ ബാക്ക് പാർട്ടിനെ മാറ്റാം. എന്നിട്ട് ഫ്രണ്ടിനൊക്കെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അതുപോലെ നമുക്ക് ഇതിന്റെ സെന്റർ മാർക്ക് ചെയ്യാം. ഫ്രണ്ട് ആം ഹോളിന്റെ സെന്റർ മാർക്ക് ചെയ്യാം. എന്നിട്ട് ഇവിടെ നിന്ന് നമുക്കൊരു 1/2 ഇഞ്ച് അകത്തേക്ക് മാറ്റി ഒന്ന് വരയ്ക്കാം. നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇത് ഫ്രണ്ടാണ്, ഇത് ബാക്ക്. യോക്ക് പാർട്ടിന്റെ ലൈനിങ് നമുക്ക് കട്ട് ചെയ്തെടുത്തു. ഇതുകൂടെ നമുക്ക് മെയിൻ ക്ലോത്തും കട്ട് ചെയ്തെടുക്കേണ്ടതുണ്ട്. മെയിൻ ക്ലോത്തിന്റെ മേലെ ലൈനിങ് തുണി ഇതുപോലെ വെച്ചിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഷോൾഡറും കൂടെ നമുക്കൊന്ന് സെപ്പറേറ്റ് ചെയ്യാം. ബാക്ക് പാർട്ടിന്റെ ലൈനിങ് തുണി ഇതിൽ നിന്നെടുത്ത് മാറ്റിയതിന് ശേഷം ഫ്രണ്ട് പാർട്ടിന്റെ മെയിൻ ക്ലോത്തിന്റെ മേലെ ഫ്രണ്ട് പാർട്ടിന്റെ ലൈനിങ് തുണി വെച്ചതിന് ശേഷം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. കണ്ടോ, ഇത് ഫ്രണ്ട് ആണ്, അടിയിലിരിക്കുന്നതാണ് ബാക്ക്. ഇനി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ഈ ബാക്ക് പാർട്ടിനെ മാറ്റാം. അതിനുശേഷം നമുക്ക് ഈ ഭാഗം ഒന്ന് ചരിച്ച് കട്ട് ചെയ്തെടുക്കാം. ഇനി ഫ്രണ്ട് ആം ഹോളിന്റെ കൈക്കുഴിയുടെ ഈ ഭാഗം നമുക്കൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം.
അപ്പോൾ 1 ഇഞ്ച് കുറച്ച് 7 ഇഞ്ച് മാർക്ക് ചെയ്യാം. നമ്മൾ യോക്കിന്റെ ഇറക്കം എടുത്തത് 14.5 ഇഞ്ചാണ്. അപ്പൊ നമ്മൾ ഇവിടെ 1/2 ഇഞ്ച് കുറച്ച് 14 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇവിടെ 7 ഇഞ്ച് മാർക്ക് ചെയ്യാം. പിന്നെ ഇങ്ങനെ ഒരു സ്ക്വയർ ആയിട്ട് വരയ്ക്കാം. നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഷോൾഡർ എത്രയാണോ അതിൽ നിന്നും 1 ഇഞ്ച് കുറച്ച് വേണം നമ്മൾ ഫ്രണ്ടിലെ പീസ് കട്ട് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ലൈനിങ് തുണി വെച്ചിട്ട് ഇതിന്റെ കഴുത്തൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ ഒന്ന് നമുക്ക് ലൈനിങ് തുണിയെ ഇതിന്റെ മേലെ ഒന്ന് കറക്റ്റായിട്ട് വിരിച്ചിടാം. അതിനുശേഷം നമുക്ക് ഈ കഴുത്തൊന്ന് ഇങ്ങനെ വരച്ചെടുക്കാം. ഇനി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് സ്ലീവ് ചെയ്യാം. സ്ലീവ് ചെയ്യാനായിട്ട് അതുപോലെ തുണി ഇങ്ങനെ മടക്കിയിട്ടിട്ടുണ്ട്. സാരിയുടെ ഒരു ഭാഗം നമുക്കതിനെ ഇങ്ങനെ മടക്കാം, 4ആയിട്ട് മടക്കാം. നമുക്ക് അളവുകൾ എഴുതാം. സ്ലീവിന്റെ ഹൈറ്റ് ഇവിടെ ഈ ബോർഡറും കൂടെ ചേർത്തിട്ട് 20 എനിക്ക് ടോട്ടൽ വേണ്ടത്. സ്ലീവിന്റെ ഹൈറ്റ് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ എനിക്ക് 20 വേണം. ഞാനിവിടെ 1 ഇഞ്ച് അഡീഷണൽ ഇടുന്നുണ്ട്. ഇതിന്റെ വിഡ്ത്ത് ഞാനിവിടെ 10 സെന്റിമീറ്റർ മാർക്ക് ചെയ്യുന്നുണ്ട്. ഈ ആംഹോളിന്റെ ഇവിടെ നിന്ന് ഒരു 3.5 ഇഞ്ച് നമുക്ക് മാർക്ക് ചെയ്യാം. ഷോൾഡറിന്റെ ഇവിടെ നിന്ന് 2.5 മാർക്ക് ചെയ്യാം. എന്നിട്ട് ഈ 3.5യും 2.5 നമുക്ക് ഇങ്ങനെ യോജിപ്പിച്ചെടുക്കാം. ഇവിടെ നിന്ന് നമുക്ക് 2 ഇഞ്ച് സീം അലവൻസ് ഇടാം. നമ്മുടെ ആംഹോളിന്റെ റൗണ്ട് 21 വരുന്നത്. അപ്പൊ നമുക്ക് ഇതിന്റെ 21ന്റെ പകുതി ഇവിടെ കിട്ടണം. എനിക്കിവിടെ 10.75 കിട്ടുന്നുണ്ട്. അപ്പൊ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ കറക്റ്റ് ആയിരിക്കും. താഴ്ഭാഗം നമുക്കൊരു 11 കൊടുക്കാം. ഞാനൊരു 6 മാർക്ക് ചെയ്യുന്നുണ്ട്. കുറച്ച് ലൂസിന് വേണ്ടിയിട്ട് 6 മാർക്ക് ചെയ്യുന്നുണ്ട്. ഇവിടെ 1.5 ഇഞ്ച് 2 ഇഞ്ച് തയ്യത്തും നമുക്കിതിനെ വരച്ചെടുക്കാം. നമുക്കത് കട്ട് ചെയ്യാം. ഈ ആംഹോളിന്റെ ജോയിന്റിന്റെ ഇവിടെ നമുക്ക് സെന്റർ ഒന്ന് മാർക്ക് ചെയ്യാം. അതുപോലെ ഷോൾഡർ ജോയിന്റിന്റെ സെന്റർ കൂടെ ഒന്ന് മാർക്ക് ചെയ്യാം. സ്ലീവ് നമ്മൾ കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഈ പീസ് ഒന്ന് മാറ്റി വെക്കാം. നമുക്കിനി ബോഡി പാർട്ട് കട്ട് ചെയ്യാം. അതിനായിട്ട് ബോട്ടം പാർട്ട് കട്ട് ചെയ്യാം. അതിനായിട്ട് ഇങ്ങനെ തുണി വിരിച്ചിട്ടുണ്ട്. 4ആയിട്ടാണ് വിരിച്ചിരിക്കുന്നത്. പിന്നെ നമുക്ക് യോക്ക് പാർട്ടിന്റെ തുണി ഇവിടെ വെക്കാം. നമുക്ക് ഈ വേസ്റ്റിന്റെ അളവ് അറിയാൻ വേണ്ടിയിട്ട് ഇത് വെക്കാം. നമുക്ക് മാർക്ക് ചെയ്തെടുക്കാം. ഇതിനെ താഴേക്ക് നമുക്ക് ഇതിനെ യോജിപ്പിച്ച് വരയ്ക്കാം. നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നമ്മളപ്പം ഈ ഭാഗം നമ്മള് യോക്കിന്റെ ഈ ഭാഗം കട്ട് ചെയ്തു. ഇനി നമുക്ക് ഹൈറ്റ് നോക്കാം. നമുക്ക് 51 ഇഞ്ചാണ് വരേണ്ടത്. 14 നമ്മൾ യോക്ക് വെയിറ്റ് കട്ട് ചെയ്തു. ഇനി നമുക്കിതിൽ 37 വരേണ്ടത്. ഇറക്കം 37 ഇഞ്ചാണ് നമുക്ക് വേണ്ടത്. നമ്മളിവിടെ മടക്കി എടുക്കാനായിട്ട് 1 ഇഞ്ചും കൂടി ഇടുന്നുണ്ട്. എന്നിട്ട് ഇവിടെ 20 നമുക്ക് മാർക്ക് ചെയ്യാം. ഇനി നമുക്കിതിനെ ഇവിടെ നിന്ന് വരച്ചെടുക്കാം. ഈ ഭാഗം നമുക്കൊരു 3 ഇഞ്ച് കയറ്റി ഒന്ന് മാർക്ക് ചെയ്ത് ഷേപ്പ് ചെയ്തെടുക്കാം. കട്ട് ചെയ്യാം. നമ്മുടെ ബോട്ടം കട്ട് ചെയ്തു. നമ്മൾ
ഇതുവരെയാണ് വേണ്ടത്. ഇത് നമ്മൾ തയ്യൽ തുമ്പിനായിട്ടാണ് ഇട്ടിരിക്കുന്നത്. നമുക്ക് ബോട്ടത്തിനകത്തേക്ക് വേണ്ടിയിട്ട് ലൈനിങ് വെക്കുന്നുണ്ട്. കാരണം കട്ടി കുറവായതുകൊണ്ട് ലൈനിങ് വെക്കുന്നുണ്ട്. അപ്പോൾ ലൈനിങ്ങിന്റെ മേലെ ലൈനിങ് ഇതുവരെ അടിയിൽ വിരിച്ചിട്ട് അതിന്റെ മേലെ നമ്മുടെ മെയിൻ പാർട്ട് ഇങ്ങനെ വെച്ച് നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അത് നമ്മളതാ 1 2 3 4 ഭാഗം കട്ട് ചെയ്തെടുത്തു കഴിഞ്ഞു. ഇനി നമുക്കിത് സ്റ്റിച്ച് ചെയ്യാം. സ്ലീവിൽ നമ്മൾ ലൈനിങ് വെക്കുന്നില്ല. അപ്പം നമുക്ക് ഓക്കെ. ഇനി സ്റ്റിച്ചിങ്ങിലേക്ക് പോവാം. ആദ്യം നമുക്ക് ഫ്രണ്ട് നെക്കിൽ നമ്മൾ പീസ് വെക്കുന്നുണ്ടല്ലോ, അതിൻ്റെ 3 വശങ്ങൾ നമുക്കൊന്ന് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കാം. അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പീസിനെ ഫ്രണ്ട് നെക്കിന്റെ മേലെ വെച്ച് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിന്റെ അരികുകളെല്ലാം മെയിൻ തുണിയുമായിട്ട് അറ്റാച്ച് ചെയ്തെടുക്കാം. അറ്റാച്ച് ചെയ്തെടുത്തു കഴിഞ്ഞു. ഇനി നമുക്കിതിൻ്റെ മേലെ ലൈനിങ് തുണി വെച്ചിട്ട് നമുക്കത് കഴുത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ഈ കഴുത്തുകളെല്ലാം ഒന്ന് അകത്ത് ഇതുപോലെ കട്ടിട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിതിനെ മറിച്ചെടുത്ത് ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ഫ്രണ്ട് പാർട്ട് റെഡി ആയി കഴിഞ്ഞു. നമുക്ക് ബാക്ക് പാർട്ടും ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം. ആദ്യം ലൈനിങ് ക്ലോത്തും മെയിൻ ക്ലോത്തുമായിട്ടൊന്ന് ചേർത്ത് സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഈ കഴുത്തിൻ്റെ ഭാഗത്തൊന്ന് കട്ടുകൾ ഇട്ട് കൊടുത്ത് മറിച്ചിട്ട് പതിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം. കണ്ടോ, അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ലൈനിങ് ക്ലോത്തും മെയിൻ ക്ലോത്തുമായിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് അറ്റാച്ച് ചെയ്തെടുക്കാം. ബാക്ക് പാർട്ടും ഫ്രണ്ട് പാർട്ടും ഇതുപോലെ അറ്റാച്ച് ചെയ്തെടുക്കണം. ബാക്ക് പാർട്ടും ഫ്രണ്ട് പാർട്ടും ലൈനിങ് ആയിട്ട് അറ്റാച്ച് ചെയ്തെടുത്തു കഴിഞ്ഞു. ഇനി നമുക്കിതിൻ്റെ ഷോൾഡർ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. അങ്ങനെ നമ്മൾ ഷോൾഡർ യോജിപ്പിച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് സ്ലീവ് ചെയ്യാം. സ്ലീവ് ചെയ്യാനായിട്ട് സ്ലീവിൻ്റെ താഴ്ഭാഗം നമുക്ക് ഇതുപോലെ ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കാം. കണ്ടോ, ഇതുപോലെ ഒന്ന് താഴ്ഭാഗം മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കാം. കണ്ടോ. അതിനുശേഷം നമുക്ക് സ്ലീവ് യോജിപ്പിച്ചെടുക്കാം. ഷോൾഡറിൻ്റെ സെൻറ്ററിൽ വെച്ചിട്ട് സ്ലീവിൻ്റെ സെൻറ്ററുമായിട്ട് ചേർത്ത് വെച്ച് നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്തെടുക്കാം. ഒരു വശം അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കതിനെ തിരിച്ചിട്ടതിന് ശേഷം മറു സൈഡും നമുക്ക് അറ്റാച്ച് ചെയ്തെടുക്കാം. കണ്ടോ, അങ്ങനെ രണ്ട് സ്ലീവ് ഞാൻ അറ്റാച്ച് ചെയ്ത് എടുത്തു കഴിഞ്ഞു. നമുക്ക് ബോട്ടം സ്റ്റിച്ച് ചെയ്യാനായിട്ട് ബോട്ടത്തിൻ്റെ മെയിൻ ക്ലോത്തും ലൈനിങ് ക്ലോത്തുമായിട്ട് നമുക്കൊന്ന് അറ്റാച്ച് ചെയ്തെടുക്കേണ്ടതുണ്ട്. ബോഡി പാർട്ടിൻ്റെ ബോട്ടം പീസും ലൈനിങ് പീസുമായിട്ട് നമ്മൾ അതിനെ യോജിപ്പിച്ചെടുത്തു. അപ്പോൾ ലൈനിങ് കുറച്ച് കൂടുതലുണ്ടായിരുന്നു, അതുകൊണ്ട് ഇടയ്ക്ക് ഞാൻ പ്ലീറ്റ് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ബോഡി പാർട്ടുമായിട്ട് നമുക്കൊന്ന് കണക്ട് ചെയ്തെടുക്കാം. അതിന് മുന്നേ ബോഡി പാർട്ടിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്യാം. നമുക്ക് അതിനിങ്ങനെ വെച്ചിട്ട് ഇതിൻ്റെ സെൻറ്റർ ഇങ്ങനെ എടുത്ത് ഒന്ന് കട്ട് ചെയ്യാം. അതുപോലെ സ്കേർട്ട് ഭാഗത്തുള്ള അതിൻ്റെ സെൻറ്റർ നമുക്കിങ്ങനെ മാർക്ക് ചെയ്യാം. അതിനുശേഷം ഈ ബോഡി പാർട്ടിൻ്റെ
നല്ല വശം, പുറത്ത് കാണുന്ന വശം ഇങ്ങനെ വെക്കാം. ബോഡി പാർട്ടിന്റെ സെന്റർ നമ്മളിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്, കണ്ടോ, സെന്റർ മാർക്ക് ചെയ്തിട്ടുണ്ട്, അതിവിടെ വെക്കാം. അതിൻ്റെ മേലെ ഈ സ്കേർട്ട് പാർട്ടിന്റെ സെന്റർ നമുക്ക് വയ്ക്കാം. ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് അത് ചിലപ്പോൾ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി നമുക്ക് നമ്മുടെ 2 ഇഞ്ചാണ് സീം അലവൻസ് ഇട്ടത്. അപ്പൊ 2 ഇഞ്ച് നമുക്ക് എല്ലായിടത്തും മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇവിടെ വരെ സ്റ്റിച്ച് ചെയ്ത് നിർത്തിയതിനു ശേഷം ലൈനിങ്ങും ടോപ്പുമായിട്ട് സെപ്പറേറ്റ് ചെയ്താണ് താഴേക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പൊ നമുക്കത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ എങ്ങനെയും നോക്കാം. നമ്മളിത് ഇവിടെ നിന്ന് ഇവിടെ വരെ സ്റ്റിച്ച് ചെയ്ത് നിർത്തിയിട്ടുണ്ട്. ഇനി നമുക്കിത് സെപ്പറേറ്റ് ചെയ്യാം. അത് നമുക്ക് മെയിൻ പാർട്ട് ഇങ്ങനെ വെച്ച് സ്റ്റിച്ച് ചെയ്യാം. നമുക്ക് ആദ്യം ഇങ്ങനെ വരയ്ക്കാം. ഓക്കെ, അപ്പൊ നമുക്കിനി ആ വരച്ചതിലൂടെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമുക്കിങ്ങനെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ലൈനിങ്ങും ഇതുവരെ നമുക്കിങ്ങനെ വരച്ചെടുക്കാം. നമുക്കിങ്ങനെ ലൈനിങ് സ്റ്റിച്ച് ചെയ്യാം. ഇനി നമുക്ക് ലൈനിങ്ങിന്റെയും മെയിൻ ക്ലോത്തിന്റെയും താഴ്ഭാഗം ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ പഴയ സാരിയിൽ നിന്നും റെഡിയാക്കിയെടുത്ത ഒരു ടോപ്പ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇതിൻ്റെ ഔട്ട്ഫിറ്റ് ഇങ്ങനെ ഇരിക്കും. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്രദമായി കാണുമെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം. പിന്നെ പുതുതായിട്ട് ബിഗിനേഴ്സിന് ഇതൊരു യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എത്തരത്തിലുള്ള വീഡിയോസാണ് വേണ്ടതെന്നുള്ളത് നിങ്ങൾ കമന്റ് ബോക്സിൽ പറയണം. അതിനനുസരിച്ച് പുതിയ പുതിയ മോഡൽസ് നിങ്ങൾ ആവശ്യപ്പെടുന്ന പ്രകാരം ചെയ്തിടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവരും സേഫായിട്ടിരിക്കുക. ബൈ.